പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് നമുക്കതൊരു വലിയ വിജയമായിട്ടില്ല. നമ്മുടെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചെറുന്നൂർ ബ്ലോക്കിന്റെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ കർഷകരെ കുടുംബശ്രീക്കാരുടെ ഉൽപ്പന്നങ്ങൾ എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. അത് നല്ല നല്ല ഉൽപ്പന്നങ്ങളാണ്. നടുവൽ വസ്തുക്കളൊക്കെ നമുക്കറിയാം. ഞാറ്റുവേല ഇപ്പൊ തിരുവാതിര ഞാറ്റുവേലിയാണ്, വിരൽ കുത്തിയിട്ട് വരെ മുളയ്ക്കെന്ന് പറയാനാണ് നമ്മൾ ഈ തിരുവാതിര ഞാറ്റുവേലയിൽ. അപ്പൊ പണ്ടൊക്കെ കർഷകര് ഞാറ്റുവേലേനെ ആസ്പദമാക്കിയിട്ടാണ് കൃഷി നടത്തിയിരുന്നത്. അപ്പൊ മുഴുവൻ നമ്മളത് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം ഈ ഞാറ്റുവേല ഞായർ വേള, ഞായർ സൂര്യന്റെ ഒരു വേളാണ് കേട്ടോ. ഞായറിന്റെ സൂര്യന്റെ ഒരു പേര്. അപ്പൊ ഞായറിന്റെ വേള എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഞാറ്റുവേല എന്നുള്ള പേര് കൊടുക്കുന്നത്. 27 ഞാറ്റുവേല നമുക്കുണ്ട്. ഓരോ നക്ഷത്രത്തെയും സൂര്യൻ കടന്നു പോകാൻ എടുക്കുന്ന ടൈമിൽ 13 വർഷം 14 ദിവസമൊക്കെ കഴിയും. അതാണ് നമ്മുടെ ഞാറ്റുവേല. നമുക്ക് 27 ഞാറ്റുവേലയുണ്ട്. തിരുവാതിര ഞാറ്റുവേലയിൽ തന്നെ നമുക്ക് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത്. നിങ്ങൾക്ക് ഈ ഉൽപ്പന്നങ്ങളൊക്കെ കൊണ്ടുപോയാൽ, നദിവസ്ത്രങ്ങൾ കൊണ്ടുപോയാൽ അത് പൊടിക്കും, അത് നന്നാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഈ പെയ്യുന്ന മഴ ഔഷധ മഴയാണെന്നാണ് പണ്ടുള്ളവർ പറയും. ഓരോ തുള്ളി വെള്ളത്തിലെ ഔഷധം തരുന്നു. അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ ചെടികളൊക്കെ നല്ല ശക്തി പ്രാപിച്ച് വളരുന്ന പറയും. അപ്പൊ ആ സമയത്ത് തന്നെ നമുക്ക് നടത്താൻ പറ്റി. പിന്നെ നമ്മുടെ കൃഷി ഓഫീസറെ കുറിച്ച് രണ്ടു പേർക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതായത് കൈക്കൊണ്ടു പഞ്ചായത്തിന്റെ ഒരു അനുഗ്രഹം തന്നെ പറയാനുണ്ട് കൃഷി ഓഫീസർ. ഞാനിപ്പോ അദ്ദേഹത്തെ പൊക്കി പറയില്ല, പറയാം. അങ്ങനെയൊന്നും ധരിക്കരുത്, അങ്ങനെയൊന്നും ടീച്ചർ പറയാനില്ല. വളരെ സത്യസന്ധമായി തന്നെയാണ് പറയുന്നത്. അത്രയും നല്ലൊരു കൃഷി ഓഫീസറെയാണ്. അതായത് അദ്ദേഹം വന്നിട്ട് കിട്ടുന്ന തന്നെ എന്റെ അടുത്ത് വന്ന് ചോദിച്ചത് നമുക്ക് അതിന്റെ ഡേറ്റും ആ സംഘാടന സമിതി വളരെ വിപുലമായ സംഘാടന സമിതി. അതുകൂടി അതിനുശേഷം നിരവധി മീറ്റിങ്ങുകളാണ്. ഇതൊക്കെ ചരിത്രത്തിലെ ഞാൻ പ്രസന്റായി ഒരു സംഭവം തട്ടിപ്പൊട്ടി തലേദിവസം ഞാൻ നടത്തും. എങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്? കാരണം കൃഷിഭവന്റെ ഭാഗത്തുനിന്നാണ് ഇതിന്റെ നിശ്ചയിച്ചു കൊടുക്കേണ്ടത്. ഞങ്ങൾക്ക് ഈ പഞ്ചായത്തിലെ പ്രസിഡന്റിന് വഹിച്ചിട്ട് ഒരുപാട് പണികളുണ്ട്. കൃഷി ഓഫീസിലെ പണികളും കൂടി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങൾ പോയത്. പക്ഷെ ഇപ്പൊ എന്താ വെച്ചാൽ ഞങ്ങൾ സ്വതന്ത്രരായി. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരാളായിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് വയസ്സിനോട് കൂടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹം നേതൃത്വത്തിൽ അദ്ദേഹമുണ്ട്. അപ്പൊ അന്ന് തൊട്ട് തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങളായിട്ട് നിരവധി മീറ്റിങ്ങുകളാണ്. ഹൗസർക്ക്, അതുപോലെ തന്നെ JB ജോസ്, അവരോടൊക്കെ നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രയും ഞങ്ങൾ തമ്മിൽ കൂടിയിരുന്ന വരിക്കും ഓഫീസറും കൂടിയിരുന്ന നല്ലൊരു പ്ലാനിങ് നടത്തിയിട്ട്. അപ്പൊ എനിക്കൊരു പ്ലാനിങ് വളരെ ആവശ്യമാണ്. ആ ഒരു പ്ലാനിങ് ആദ്യമായിട്ടാണ് ഈ ചന്തയ്ക്ക് ഇത്രയും പ്ലാനിങ് നടത്തിയിട്ട് ഒരു പരിപാടി ഞങ്ങൾ നടത്തുന്നത്. അപ്പൊ അത് വളരെ സ്മൂത്തായിട്ടേക്ക് 3 ദിവസം നടക്കും എന്നുള്ള കാര്യത്തില് സംശയമില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരും സഹായിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഗിരിസിനും അതുപോലെ തന്നെ ADC മെമ്പർമാരും കൃഷിക്കാരും പാടശേഖരക്കാരും ഉണ്ണികൃഷ്ണനും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ദിവസങ്ങളിൽ നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇന്നലെ രാത്രി വരെ ഇതിന്റെ പ്ലാനിങ്ങും കാര്യങ്ങളായിട്ട് കൂടി നടത്തിയിരുന്നു. അങ്ങനെയാണ് ഇതൊരു നല്ലൊരു രീതിയിൽ ഇവിടെ സംഘടിപ്പിക്കാനായിട്ട് നമുക്ക് സാധിച്ചത്. അപ്പൊ ഏതൊരു പ്രവർത്തനം നടത്തണമെങ്കിലും കൃത്യമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ അത് ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. ഒരു ദിവസം നടത്തിയിരുന്നു, നമുക്ക് 3 ദിവസം നടത്തുന്നത്. അങ്ങനെ 2 ദിവസമൊക്കെ മാക്സിമം നടത്തിയിരുന്നുള്ളൂ. 7 ദിവസം നടത്തണമെന്നാണ് നമ്മുടെ കൃഷി ഓഫീസർ പറയുന്നത് കേട്ടോ. അപ്പൊ കൃഷി ഓഫീസർ ഇപ്പൊ തന്നെ നമ്മുടെ ചിങ്ങത്തിന്റെ കാര്യങ്ങൾ, ചിങ്ങൊന്നിന്റെ കാര്യങ്ങൾ ഇപ്പൊ തന്നെ അദ്ദേഹം പോയി തുടങ്ങി. അതിന്റെ സംഘാടന സമിതി എന്നാണ് അത് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ കൃഷിക്കാരുടെ വലിയ സുഹൃത്തായിരിക്കും നമ്മുടെ കൃഷി ഓഫീസർ. അത് യാതൊരു സംശയമില്ല കേട്ടോ. അദ്ദേഹം സുഹൃത്താണ്. അപ്പൊ തന്നെ വലിയൊരു സുഹൃത്ത് വരെ അദ്ദേഹത്തിന് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ നമുക്ക് വേറെ ചില പരിപാടികൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട്
സമൂഹം ജാഗ്രതമായിരിക്കണമെന്ന് പോലീസ് അറിയിച്ചു. വാർത്തകൾ തുടരുന്നു. ലഹരിക്കടിമയായ 17-കാരൻ കുടുംബാംഗങ്ങളെ തലക്കടിച്ചുകൊണ്ടു. സുഹൃത്തുക്കൾക്കൊപ്പം ലഹരി ഉപയോഗിച്ച് പെൺകുട്ടി പീഡനത്തിനിരയായി. നഗരത്തിൽ മരക്കായുധങ്ങളുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാവ് പിടിയിൽ. പ്രതി ലഹരിക്കടിമയെന്ന് പോലീസ്. വെള്ളല്ലേ ഇത് വെള്ളല്ലേ അക്കൊക്കെ അപ്പൊ എന്തിനകത്ത് വെള്ളം ഇത് നമ്മളൊന്ന് പറമ്പിൽ കൊണ്ട് നട്ടാലോ അവിടെ വെയിൽ അപ്പൊ ചെടി നടാൻ നല്ലതാണ്. ഈ സാധനം കൂടി ഇരിക്കുകയാണ്. ഇതിനകത്ത് അപ്പുറത്ത് വെയിലുണ്ട്, ഇത് മണ്ണുണ്ട്, വളമുണ്ട്, എല്ലാ സാധനങ്ങളും എന്നെ ചെടികളുണ്ട്. ഇത് കൂട്ട് കാറ്റുമോ കൂട്ട് നല്ല അതിന് നമ്മളിക്കൊണ്ട് നടന്നു. അപ്പൊ നമുക്ക് എന്താ വേണ്ട? അപ്പൊ അത് ഞാൻ ആദ്യം പറഞ്ഞത് നമുക്ക് നടാനുള്ള മനസ്സുണ്ട്. അപ്പൊ നമ്മൾക്ക് നല്ല മനസ്സോടുകൂടി സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ കൊണ്ടുപോയി നട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നല്ല ചെണ്ടുമല്ലിയുടെ ഓറഞ്ചും മഞ്ഞയും ഉണ്ട പൂക്കൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് പൂക്കൾ നിൽക്കുന്നുണ്ടാവും. ഇത് തന്നെയാണ് നമ്മുടെ എല്ലാ ചെടികളുടെയും മരങ്ങളുടെയും കാര്യം.
അപ്പൊ നമ്മുടെ കൃഷി എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളും ഈ പറയുന്ന ഞാനിപ്പോ ഈ പറഞ്ഞ മണ്ണും വളവും വെള്ളവും വായുവും സൂര്യപ്രകാശവും വിത്തും കൂടി ചേർന്ന ഈ സംഭവങ്ങളാണ് നമ്മുടെ എന്തിനു വേണ്ടത്, കൃഷിക്ക് വേണ്ടത്. ശരി, ഇനി നമ്മളെല്ലാവരും മരങ്ങൾ നടും. എന്താ പറഞ്ഞത് നമ്മള് മരങ്ങൾ സ്കൂളിൽ ഒരു ദിവസം ഞങ്ങള് ഏതാ 7-5 ജൂൺ 5 എന്താ പ്രത്യേകത? പരിസ്ഥിതി ദിനമാണ്. എന്താണ് ഇപ്പൊ ഈ പരിസ്ഥിതിയുടെ പ്രത്യേകത? പറയും ഭൂമിയെ നമ്മളൊക്കെ എല്ലാവരും ചെടി നട്ടു. ആ ചെടി നട്ടതിനെ കുറിച്ച് പിന്നാലെ ചിന്തിച്ച പച്ച സമൃദ്ധമാണ്, ഹരിതാപമാണ് അല്ലെ? പച്ചപ്പ്, ഭൂമിക്ക് പച്ചപ്പ് ഉണ്ടാക്കാൻ. എന്തിനാണ് ഈ പച്ചപ്പ് ഭൂമിക്ക്? ഭംഗി കിട്ടാൻ, വായു കിട്ടാൻ, തണൽ കിട്ടാൻ. എന്തിനാണ് നമുക്ക് വായു? നമുക്ക് ലഭിക്കാൻ. അപ്പൊ നമുക്ക് ലഭിക്കാനും നമുക്ക് നല്ലോണം ജീവിക്കാനാണ് നമ്മൾ ചെടികൾ തുടങ്ങി. അപ്പൊ ഈ ആൾക്കാരൊക്കെ മുറിക്കുവാനും മരങ്ങളൊക്കെ ഒരാവശ്യം. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ആവശ്യങ്ങൾക്ക് വേണ്ടി കുറിച്ചാൽ കുഴപ്പമില്ല. അപ്പൊ നമ്മൾ വേറെ നടണം. അപ്പൊ നമുക്ക് പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ പച്ചപ്പിനെ കുറിച്ച് നമ്മൾ നന്നാക്കി നമ്മുടെ പരിസ്ഥിതി, നമ്മുടെ വായുവും വെള്ളവും എല്ലാം നന്നാക്കാൻ വേണ്ടിയാണ് പരിസ്ഥിതി അല്ലേ? നമ്മുടെ വീടിന്റെ അടുക്കളയിൽ വെള്ളം അവർ നമ്മളൊരു വാഴ ഈ വാഴയിൽ ഉണ്ടാവുന്ന പഴത്തിന് നമ്മളെന്തായി നല്ല പരിസ്ഥിതി നല്ല നമ്മുടെ മാലിന്യങ്ങൾ